അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് പോൾ തങ്കം, സുൽത്താൻപേട്ട ഇടവയാണ് എൻ്റെ ഇടവ. 2023 ഫെബ്രുവരിയിൽ ഞങ്ങളുടെ വാട്ടർ മീറ്റർ കേടായി. അത് റീപ്ലേസ്മെൻറ്റ് ചെയ്തു, നന്നാക്കി വെച്ചു. മെസ്സേജ് വന്നു മൊബൈലിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്തെന്ന്. അപ്പം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, നാട്ടിലായിരുന്നു, അമ്മയ്ക്ക് സുഖമില്ലാതെ. അപ്പം ഇവിടുത്തെ അത് നന്നാക്കി വെച്ച ആൾ പറഞ്ഞു, ചേച്ചി കുടിശ്ശിക 57 രൂപ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കെട്ടി. ഞാൻ വന്ന് മോനെ എത്ര ഉണ്ടെങ്കിലും കെട്ടിക്കോ, ഞാൻ വന്ന് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2023 നവംബർ മാസം ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന ഇങ്ങനെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുർബാന ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഫോൺ വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കയറിയ ഫോണൊന്നും എടുക്കില്ല, മക്കൾക്ക് അറിയാം. എന്നാലും അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വന്നാൽ എനിക്ക് എപ്പോഴെങ്കിലും ഞാൻ പുറത്ത് പോയി എടുക്കും. കാരണം ചെറിയ കുട്ടികളുള്ളത് കൊണ്ട് എനിക്ക് പേടിയാണ്, അത് എന്താ സംഭവിച്ചെന്നറിയില്ല. അവർക്ക് അറിയുന്നത് കൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളുണ്ടെങ്കിലേ വിളിക്കുള്ളൂന്നറിയാം. ഞാൻ മെസ്സേജ് നോക്കിയപ്പം വിളിച്ചിരിക്കുന്നു. അപ്പം താഴെ ഇറങ്ങി കുർബാന കഴിഞ്ഞിട്ട് വിളിച്ച് എന്താ മോനെ എന്ന് ചോദിച്ചപ്പം മോൻ പറഞ്ഞു 12,847 രൂപ വാട്ടർ ബിൽ വന്നിട്ടുണ്ട് മമ്മി, അതുകൊണ്ട് വിളിച്ചതാണെന്ന് പറഞ്ഞു. ഇത് എന്താ സംഭവം എന്ന് എനിക്കപ്പം ഹൃദയത്തിലൊരു നല്ല ഒരു വാള് കിട്ടി, ഇടി കിട്ടി. എന്താ ദൈവമേ, ഞങ്ങൾ കാരണം മഴയില്ല 2 മാസം എടുക്കുള്ളൂ, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ, ഈ 3 മാസമാണ് ഞങ്ങൾക്ക് ഈ മലമ്പുഴ വെള്ളയുടെ ആവശ്യമുള്ളൂ, കിണറുള്ളത് കൊണ്ട്. അപ്പോൾ ഇത് എന്താ ഇങ്ങനെ വന്നതെന്ന് നമുക്കറിയില്ല. മിനിമം ചാർജ് നമ്മൾ കെട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഗ്രേസി ടീച്ചർ അന്ന് മധ്യസ്ഥ പ്രാർത്ഥന ക്ലാസ് എടുക്കുമായിരുന്നു. ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാരങ്ങളെല്ലാം അവിടത്തെ ഏൽപ്പിച്ചിട്ട് നല്ല വേണം വിട്ടുകൊടുത്ത് സ്തുതിക്കാൻ പറയുന്നുണ്ട്. എനിക്ക് ഈ വചനം നമുക്ക് അറിയാമെങ്കിലും വിട്ടുകൊടുത്ത് സ്തുതിക്കാൻ പറ്റില്ല. 12,847 രൂപ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിലൊരു വേദനയാണ്. അപ്പം ഞാൻ വചനത്തിൽ വിശ്വസിച്ച് പറഞ്ഞു, ഈശോയെ ഒരു 3,000 4,000 അല്ലെങ്കിൽ 4,000 ഉള്ളിലാണെങ്കിൽ പോട്ടെ, എവിടെയും ഓടണ്ട, ഞാനല്ലേ ഇനി ഓടി നടക്കേണ്ടത്. ഞാൻ സാക്ഷ്യം പറയാം, ഒരു 4,000 ഉള്ളിലൊക്കെ ആക്കി തരണേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ശരി, ഭാരങ്ങളെല്ലാം നിനക്ക് തന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ നീ തന്നെ ഏറ്റെടുക്കണം. ആദ്യം അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കുക എന്നുള്ള ആ വചനങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ട്, എന്നെ വിളിച്ചവൻ വിശ്വസിച്ച് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, വിട്ടുകൊടുത്ത് ആ ക്ലാസ്സിൽ നന്നായി പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഞാൻ സാധാ നമ്മൾ ശുശ്രൂഷയിൽ പങ്കുമ്പോൾ സന്തോഷമായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞു പോയിട്ട് മനസ്സിൽ ഞാൻ കരുതി, നമുക്ക് ഈ വാട്ടർ മീറ്റർ ശരിയാക്കിയ ആളിനെ ഇനി കണ്ടുപിടിക്കണമല്ലോ, അയാൾ പെട്ടെന്നൊന്നും വിളിച്ചാലൊന്നും വരില്ല, എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ച് പോയിരുന്ന സമയത്ത് കാണാം അയാൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ തൊട്ട വീട്ടിൽ നിൽക്കുന്നുണ്ട്. ഞാൻ അവൻ പറഞ്ഞു, മോനെ ഇങ്ങനെ വന്നിരിക്കണേ, എന്താ ചെയ്യുകയെന്ന്. അവൻ പറഞ്ഞു, ചേച്ചി അത് ആ ബില്ല് തരുന്നു. അവന് ബില്ല് വീട്ടിലാണ്, ഞാൻ വേഗം എടുത്തിട്ട് വരാമെന്ന് എടുത്തിട്ട് അയാൾ ഫോട്ടോസ്റ്റേറ്റും വാട്സപ്പിൽ അയാളുടെ ഇതിൽ പിടിച്ചിട്ട് പോയി. പക്ഷെ അതിലൊന്നും കാര്യമില്ല. എന്നിട്ട് ഞാൻ സെക്കൻഡ് തിങ്കളാഴ്ച വന്നിട്ട് ഈ പരാതി കൊടുത്തു, ഇങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലും മക്കൾ പറഞ്ഞു, വേണ്ട മമ്മി ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഓടണ്ട, അങ്ങ് കെടുക്കളായിട്ട് കെട്ടിക്കോളേന്ന്. ഞാൻ പറഞ്ഞു, അതിന് എന്താ, നമ്മൾ ചിലത് ചെയ്തിട്ടില്ലല്ലോ, എന്താ ഇത് ആവശ്യമില്ലാതെ എന്തിനു കെട്ടണം, ശരി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ചോദിച്ചാൽ പറഞ്ഞു, ശരി പരാതി കൊടുത്തോളേന്ന്. അങ്ങനെ പരാതി കൊടുത്തു. ഇന്ന ആളെ കൊണ്ട് ഞാനിങ്ങനെ ചെയ്തു, റീപ്ലേസ് ചെയ്തു, ഇതാ മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ലെന്ന്. അങ്ങനെ ഒരു 2-3 മാസം പോയി. അപ്പം കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ ഇതുപോലെ പോയിട്ട് ഇതാ ശരിയാക്കാമെന്ന് പറഞ്ഞു, അവർ ശരിയായില്ല. അത് കഴിഞ്ഞ് ഈ മാസം മാർച്ച് 1 തന്നെ പോയിട്ട് വീണ്ടും ഒന്നും കൂടെ നോക്കിയപ്പം കാണാം അവർ കുറച്ചിട്ട് 3,943 4,000 കൂടെ ഇല്ല. അങ്ങനെ അവർ കുറച്ച് തന്നു. എന്നിട്ടും ഞങ്ങൾ റേഡിയം എടുക്കാൻ വന്ന ചെക്കൻ പറഞ്ഞ, ചേച്ചി ഗഡുക്കളായിട്ട് അടച്ചാൽ മതി. അപ്പം ഇവർ ഇങ്ങനെ കുറച്ച് തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അടയ്ക്കാം, ഗഡുക്കളായിട്ട് അടയ്ക്കാൻ. വീണ്ടും ഞാൻ ആ ഓഫീസറിനെ കൊണ്ട് ചോദിച്ചു. അപ്പം ഇത് ഇല്ല, ഇത് നിങ്ങൾക്ക് കുറച്ച് തന്നത് തന്നെ, അവർക്ക് തെറ്റുപറ്റി 10 രൂപ എന്തോ അടച്ച് സൈറ്റിൽ കയറി അപ്ഡേറ്റ് ചെയ്യണം, അത് ചെയ്യാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് തന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയും വെള്ളത്തിൽ വീണ്ടും തന്നെ കൂടി വന്നാലോ എന്ന് വിചാരിച്ചപ്പം ഈ മാസം തന്നെ സാധാ ബില്ല് വരുമ്പോൾ 153 രൂപ ബില്ല് വന്നുള്ളൂ. യേശുവേ സ്വസ്ത്രം, യേശുവേ തന്നെ. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്, ഫൈൻ അടയ്ക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അല്ലേലിയ. ചേച്ചി വിശ്വസിക്കാൻ, ചേച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആ മീറ്റർ മാറിയ ആളെ കർത്താവ് മുമ്പിൽ കൊണ്ടുവന്നു, അതെല്ലാം ക്രമീകരിച്ചു. നമ്മളൊരു കാര്യം കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതിനേക്കാളും വ്യക്തമായിട്ടും കൃത്യമായിട്ടും കർത്താവ് അതിൻ്റെ മേൽ ഇടപെടും. അതുകൊണ്ട് കർത്താവിനെ നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക എന്ന്. ഹല്ലേലൂയ.